മരിനാട് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിനാട് വെട്ടുതുറ സ്വദേശി അത്തനാസാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 6:30 അപകടം. 12 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? അരുൺ, തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഈ മരിയനാട് എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ സ്ഥിരം അപകടം നടക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്യുന്ന മുതലപ്പുഴയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഈ മരിയനാട്. മരിയനാട് നിന്ന് ഇന്ന് രാവിലെ 6:30 അരുൾദാസിൻ്റെ വള്ളം മീൻ പിടിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടത്. അരുൾദാസും ഈ അത്തനാസും ഉൾപ്പെടെ 12 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയിൽ ഈ വള്ളം മറിയുകയായിരുന്നു. 12 പേരും വെള്ളത്തിലേക്ക് മറിഞ്ഞു. അതിൽ അത്തനാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അത്തനാസിനെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം ബോട്ടിൻ്റെ ഉടമ അരുൾദാസ്, അതുപോലെ ബാബു എന്നീ 2 പേരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അത്തനാസ് അടക്കം 3 പേർക്കായിരുന്നു പരിക്ക്. അത്തനാസിന് ഗുരുതരമായി പരിക്കേറ്റു. സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിക്കുകയും ചെയ്തു. കനത്ത തിരയാണ്, വലിയ തിരയാണ് അപകടത്തിന് കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്നും മീൻ പിടിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പുറപ്പെട്ട ഉടനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു പ്രദേശം. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം മറിഞ്ഞ് കടലിലേക്ക് വീണാലും വളരെ പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാനോ ചികിത്സ കൊടുക്കാനോ ഉള്ള സംവിധാനം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. ഓക്കെ, ടി വി പ്രസാദ്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. 12 പേരാണ് ഈ അത്തനാസ് സഞ്ചരിച്ച വള്ളത്തിലുണ്ടായിരുന്നത്. മരിനാടാണ്, തിരുവനന്തപുരത്ത് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് അത്തനാസ് എന്ന മരിനാട് സ്വദേശിയായ മത്സ്യത്തൊഴിലാളി മരിച്ച വാർത്ത ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 അപകടമുണ്ടായത്. തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത്. സ്ഥിരമായി മത്സ്യബന്ധനത്തിന് പോകുന്നവർ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മരിനാട് പ്രദേശം.